അധിക വോട്ടുകളാണ് മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഈ രേഖ പുറത്തുവിട്ടതും. ഇതാണ് ഇത്തവണ BJPയെ മഹാരാഷ്ട്രയിൽ അധികാരത്തിലേക്ക് എത്തിച്ചതും കോൺഗ്രസിനെ തകർത്തു കളഞ്ഞതും. കോൺഗ്രസ് ശക്തമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലാണ് BJP ഇത്തരം അട്ടിമറികൾ നടത്തുന്നത്. ഹരിയാനയിൽ അത് നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെ. കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്ന തരത്തിൽ കുത്തനെയാണ് BJP ഇത്തവണ മഹാരാഷ്ട്രയിൽ കയറിയത്. അവിടെ പ്രതിപക്ഷമാകാൻ പോലും പറ്റാതെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തകർന്നടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകൾ തമ്മിലുള്ള ഡേറ്റയിൽ വൻ പൊരുത്തക്കേടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ആകെ പോൾ ചെയ്തത് 6,40,88,195 വോട്ടുകളാണ്. അതായത് 66.5% അന്തിമ വോട്ടിംഗ്. എന്നാൽ എണ്ണപ്പെട്ട വോട്ടുകളുടെ എണ്ണം മൊത്തം പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 5,04,313 എണ്ണം അധികമാണ്, കൂടുതലാണ്. 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവായിരുന്നു എണ്ണിയത് എങ്കിൽ ബാക്കിയുള്ള 280 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയത്. പോൾ ചെയ്തതിനേക്കാൾ 4,538 വോട്ടുകൾ കൂടുതൽ എണ്ണപ്പെട്ട അഷ്തി മണ്ഡലത്തിലും 4,155 വോട്ടുകളുടെ വ്യത്യാസമുള്ള ഒസ്മാനാബാദ് മണ്ഡലത്തിലുമാണ് ഏറ്റവും വലിയ പൊരുത്തക്കേടുകൾ രേഖപ്പെടുത്തിയത്. ഈ പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ, പ്രത്യേകിച്ച് കടുത്ത മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിലുള്ള പോളിംഗ് സ്വാധീനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. 100 1000 വോട്ടുകളുടെ വ്യത്യാസം വലിയ പ്രശ്നങ്ങളാണ് കാണിക്കുന്നതെന്നും ഒന്നിലധികം നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരം പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു എന്നതിനാൽ ഫലങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ കൂടുതൽ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ് എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. മൊത്തത്തിൽ എണ്ണിയ വോട്ടുകൾ, പോൾ ചെയ്ത വോട്ടുകൾ തമ്മിലുള്ള ശരാശരി വ്യത്യാസം ഏകദേശം 1751 വോട്ടുകളാണ്. 2024 മെയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരുടെ പോളിംഗ് ഡേറ്റയും ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന ഫോം 17C തമ്മിൽ വ്യത്യാസമുള്ളതായിട്ടും ആശങ്കകൾ ഉയർന്നിരുന്നു. അന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് 48 മണിക്കൂറിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർ പോളിംഗ് ഡേറ്റ പുറത്തുവിടാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തതാണ്. തുടർന്നുള്ള റിപ്പോർട്ടിൽ പോളിംഗ് കണക്കുകൾ തമ്മിൽ 5-6% പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തതാണ്. കോൺഗ്രസിനെ പൂട്ടാനായിട്ട് വലിയ അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ നടന്നത് എന്ന് തന്നെ ഈ കണക്കുകൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ജാർഖണ്ഡിൽ കോൺഗ്രസ് ആണ് ശക്തർ. എന്നാൽ ജാർഖണ്ഡിൽ കോൺഗ്രസ് അല്ല ശക്തർ, JMM ആണ്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തിരിമറിയും നടത്തിയിട്ടില്ല എന്നത് കാണാനും സാധിക്കും.